രാഷ്ട്രീയ പ്രതിപക്ഷങ്ങളെയും മാധ്യമങ്ങളെയെല്ലാം അദ്ദേഹം നിയന്ത്രിച്ചു. 2000 ആയപ്പോഴേക്കും എണ്ണവില വർദ്ധിച്ചത് റഷ്യയുടെ സാമ്പത്തിക നില ക്രമാതീതമായി വർദ്ധിപ്പിക്കുവാനായിട്ട് സഹായിച്ചു. ജോർജിയൻ, ക്രൈമിയൻ, ഉക്രൈൻ തുടങ്ങിയ പല യുദ്ധങ്ങളിലും പെട്ടുപോയി എങ്കിലും ഒരു മൂന്നാം ശക്തിയായി റഷ്യയെ ലോകത്ത് നിലനിൽക്കുവാനായിട്ട് സഹായിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരവും സൈനിക ശേഷിയും ഉള്ളതുകൊണ്ടാണ്. ഐക്യരാഷ്ട്രസഭയിലും റഷ്യയ്ക്ക് നല്ല സ്വാധീനമുണ്ട്. അതിവിസ്തൃതമായ റഷ്യയുടെ ഭൂവിസ്തൃതിയിൽ എണ്ണ, വാതകം, ധാതുക്കൾ എന്നീ സമ്പത്ത് അളവറ്റ് ലഭ്യമാവുന്നുണ്ട്. ലോകശക്തിയായി റഷ്യ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ജനാധിപത്യവും സാമ്പത്തിക അസമത്വവും ജനങ്ങളുടെ ആയുർദൈർഘ്യവും ഒക്കെ അളക്കുമ്പോൾ റഷ്യ ശക്തനോ അതോ ദുർബലനോ എന്ന് തീർച്ചപ്പെടുത്തുവാനായിട്ട് കഴിയുന്നില്ല. അതിനാൽ റഷ്യയെ ബുദ്ധിജീവികൾ വിളിക്കുന്ന പേരാണ് എമർജിംഗ് പവർ.